അങ്ങനെ ഡൽഹി ടു മണാലിയിലേക്കുള്ള സ്ലീപ്പർ ബസ്സിലാണ് കയറിയിട്ടുള്ളത്. നമുക്ക് ചെറുതായിട്ട് കിടന്നുറങ്ങാനൊക്കെ പറ്റിയ ഒരു മിനി സ്ലീപ്പർ ബസ്സാണ്. ഏകദേശം 10-40 പേരൊക്കെ ഉള്ളൂ. കൂടുതൽ ഡീറ്റെയിൽ നേരം വിളിക്കും പറയാം. ഏകദേശം ഇപ്പൊ ഒരു 6-7 മണിക്കാണ് അവിടുന്ന് കയറിയിട്ടുള്ളത്. നമുക്ക് നേരം പുലർച്ചെ നമുക്ക് അവിടെ എത്തുന്ന പറഞ്ഞത്. അങ്ങനെ നേരം പുലർന്നു. ഇപ്പൊ ഏകദേശം ഒരു 6:30 മണിയൊക്കെ ആവാനായി. നമുക്ക് ഇനി ഏകദേശം ഒരു 1.5 മണിക്കൂർ കൂടി ഉണ്ട്. നല്ല തണുപ്പായി. ബസ്സിന്റെ ഉള്ളിലൊക്കെ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പായി. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ മഞ്ഞുമലകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ എന്റെ ചാനലും വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നത് എന്തായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് വേണം. ഇത് ഫസ്റ്റ് ഡേ ആണ്. ഇത് ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ആണ്. ഈ ഒരു ഫുൾ ലെങ്ത്തിൽ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇറങ്ങിയിട്ട് മണാലിത്തെ ഫസ്റ്റ് ഡേ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോ ഇപ്പൊ ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ കാണാൻ മഞ്ഞുമലകളെ പൊങ്ങി നിൽക്കുന്നത്. എന്ത് ഭംഗിയാ കാണാൻ. ഇതാണ് തൊട്ടടുത്ത് മണാലി പുഴയാണ്. ഇത് മണാലി റിവറാണ്. പക്ഷെ ഇവിടെ ഇതിൽ വെള്ളമൊന്നുമില്ല. നമുക്ക് ഈ പുഴയുടെ അപ്പുറത്ത് വലിയ മലകളുടെ മേലക്കാണ് ഇങ്ങനെ മഞ്ഞ് നിറഞ്ഞു നിൽക്കുന്നത്. മനസ്സിനൊക്കെ ഒരു കുളിർമ തോന്നുന്നു. നമ്മള് ഫസ്റ്റ് ടൈമാണ് മഞ്ഞുമലകളൊക്കെ കാണാൻ പോകുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പൊ തന്നെ മനസ്സിലുണ്ട്. പക്ഷെ തണുപ്പ് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതായിട്ട് അപ്പുറമാണ്. ഫസ്റ്റ് ടൈമിലൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായി. ബസ്സിൽ തന്നെ നല്ല തണുപ്പാണ്. ഇനി പുറത്തിറങ്ങുമ്പോ എന്താ അവസ്ഥ എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ ഞങ്ങള് ബസ്സൊക്കെ ഇറങ്ങിയിട്ട് കുറച്ചും കൂടെ പോകുന്നു. ഞങ്ങൾക്ക് ക്യാബും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ബുക്കിങ്ങിന്റെ ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറയാം. ഇപ്പൊ നേരെ റൂമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മൾ താമസിക്കുന്നതിന് ചുറ്റുമുള്ളൊരു വ്യൂ ആണത്. ഫുള്ള് മഞ്ഞുമലകളാണ്. ഫസ്റ്റ് ഡേ ഓരോ ദിവസത്തെ വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഡേ നമ്മുടെ സൈറ്റ് സീയിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ കാണിച്ചു തരാം. ആദ്യം റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അത് ഞങ്ങൾ റൂമിലെത്തി. റൂം ഒരു അരമണിക്കൂറോടും കഴിയും കിട്ടാൻ വേണ്ടിയിട്ട്. നേരെ മുന്നിൽ തന്നെ ഫുള്ള് മഞ്ഞുമലകളാണ്. ഇതാണ് ഞങ്ങളെ റൂം വന്നിട്ട്. ഒന്ന് ഫ്രഷപ്പ് ആവണം. ഇന്നലെ നൈറ്റ് ഫുള്ള് ബസ്സിലിരുന്ന് ക്ഷീണമുണ്ട്. മണാലി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുള്ള് ലോഡ്ജാണ്. നമുക്ക് ഒറ്റയ്ക്ക് വേണമെങ്കിലും വരാം, പാക്കേജ് എടുത്തിട്ട് വരാം. നമ്മൾ ഈ ഫസ്റ്റ് ടൈമൊക്കെ ആകുമ്പോൾ പാക്കേജ് എടുത്ത് വരികയായിരിക്കും ബെറ്റർ. കാരണം കുറേ ഇത് അറിയാൻ എങ്ങനെയുണ്ട്, ഏതിനൊക്കെ പോവുക വരിക എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പാക്കേജ് എടുത്ത് വരിക നല്ലത്. ഞങ്ങൾ ചെറിയൊരു എമൗണ്ടിൻ്റെ പാക്കേജ് എടുത്തുള്ളത്. 4500 രൂപ നമുക്ക് പാക്കേജ് വന്നിട്ടുള്ളൂ പെർ ഹെഡ്. അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ ക്ലൈമറ്റ് വേറെ ലെവലുമാണ്. ഇത് ഫുള്ള് ഇതിൻ്റെ മേലോട്ടൊക്കെ ഫുള്ള് ലോഡ്ജുകളാണ്. ഫുള്ള് പറഞ്ഞാൽ ഫുള്ള് ലോഡ്ജുകളാണ്. കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എല്ലാ കോട്ടേജുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ റൂം. ചെറിയ റൂമാണ്. നേരെ വ്യൂ വന്നിട്ട് ഫുള്ള് മഞ്ഞുമലയാണ്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡേ സൈറ്റ് സീയിങ് പോവുകയാണ്. റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായി. ഏകദേശം 12 മണിയായി. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇത് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. നല്ല തണുപ്പുണ്ടെങ്കിലും വെയിൽ അതിൻ്റെ മാതിരി ഉണ്ട്. തണുപ്പിന് കുറവൊന്നുമില്ല. ഇത് ഫ്രണ്ട് കയറിക്കോ. ഞങ്ങളെ കാറൊക്കെ വന്ന് കാറിൽ കയറി കറങ്ങാൻ പോകാൻ നിൽക്കുകയാണ്. ഫുള്ള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടേജാണ് എല്ലാ ഭാഗത്തും കൂടെ. ബീഹാർ മണാലി അതൊരു ഇതാണ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ.
നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്ന മാൾ മാർക്കറ്റിലേക്കാണ്. ഇതാണ് മണാലി മാൾ മാർക്കറ്റ്. ഒരുപാട് ആൾക്കാർ ഇവിടെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിസ് ഈസ് മാൾ മാർക്കറ്റ്. ഇത് മാൾ മാർക്കറ്റ് ആണോ? പക്ഷെ നൈറ്റാണ് മാൾ മാർക്കറ്റ് എല്ലാരും വരല് കേട്ടോ. എവിടെ ഇതാണ് നമ്മളെ ഫസ്റ്റ് ഡേ മാർക്കറ്റിലേക്കാണ് വന്നുള്ളത്. ഇന്ന് ഭയങ്കര ക്ലൈമറ്റ്, ഭയങ്കര തെളിച്ചില ക്ലൈമറ്റാണ്. സൂര്യനും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. നമ്മൾ ഇന്നലെ അന്വേഷിച്ചപ്പോൾ ഇന്നലെയൊക്കെ നല്ല തണുപ്പായിരുന്നു എന്ന് പറഞ്ഞത്. ഞങ്ങൾ വന്നുകൊണ്ടാ തോന്നുന്നു. നല്ല തെളിച്ചില ക്ലൈമറ്റാണ്. നെക്സ്റ്റ് സെക്കൻഡ് ചോദിച്ചോ ആയിട്ട്. നമ്മുടെ മേലൊക്കെ ഫുള്ള് മഞ്ഞുമലകളാണ്. അതിൻ്റെ അടിയിലാണ് ഈ ഒരു മാർക്കറ്റ്. 2 ജാക്കറ്റ് എടുക്കണം. ഓൾറെഡി എനിക്ക് ജാക്കറ്റ് ഉണ്ട്, ഇവർക്ക് ജാക്കറ്റ് വാങ്ങിയിട്ടില്ല. അപ്പോൾ ജാക്കറ്റ് വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, റേറ്റ് കുറവിൽ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി വന്നാണ്. ഡൽഹിയിൽ തിരഞ്ഞപ്പോൾ നമുക്ക് ടൈം കിട്ടിയില്ല ജാക്കറ്റ് എടുക്കാൻ. എടാ മറ്റു അടുത്ത ടൈപ്പ് ഉണ്ടോ? പറയാം 800 600 പറയാം. നമുക്ക് ഏകദേശം 300-350 രൂപക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഇവിടെ. നല്ല റേറ്റ് എന്തായാലും അറിയണേ വില കുറച്ച് ചോദിച്ചാലേ കിട്ടുള്ളൂ കേട്ടോ. എന്തായാലും ഒരുപാട് കടകളുണ്ട്. ഫുഡിൻ്റെ കടകള്, ഡ്രസ്സിൻ്റെ. മയില് വെള്ളമടിച്ച ഇവിടെ നമ്മൾ സാധനം വാങ്ങുകയാണെങ്കിൽ നല്ല വില പറയും. മാക്സിമം കുറച്ച് ചോദിക്കാൻ കഴിയണം, അല്ലാതെ അവർ വില കേട്ടിട്ടൊന്നും നോക്കിയിട്ട് കാര്യം ഉണ്ടാവില്ല. 1000-1500 വില പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 300-350 രൂപക്ക് സാധനം കിട്ടും നമുക്ക്. നമുക്കിവിടെ ഒരുപാട് ആൾക്കാർ ടാക്സിയും കാര്യങ്ങളൊക്കെ ചോദിച്ചു വരും. നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തുകൊണ്ട് ടാക്സിയുടെ ആവശ്യമില്ലല്ലോ. ഒരുപാട് ആൾക്കാർ ടാക്സി കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ നടക്കും. ഓട്ടോറിക്ഷ ആണെങ്കിൽ മാൾ റോട്ടിൽ ഒരുപാടാണ്. ഒരുപാട് വണ്ടികളാണ്. നമുക്ക് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മണാലിയിൽ. സത്യം പറഞ്ഞാൽ കേരളത്തെ മാതിരി ഒരു ഓട്ടോറിക്ഷ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്. ബാക്കി എല്ലായിടത്തും കളർ വ്യത്യാസമുണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ കേരളത്തെ മാതിരി ഒരു കളർ. നമുക്ക് പിന്നെ വേലോട്ട് നോക്കുമ്പോൾ ഫുള്ള് മഞ്ഞുമലകളാണ്. ഈ ചുറ്റും കാണുന്ന ഫുള്ള് മഞ്ഞുമലകളാണ്. നമുക്ക് മാർക്കറ്റ് കറങ്ങണം, ഒരുപാട് കറങ്ങാണ്ട്. റേറ്റ് കുറവിന് കറങ്ങണമെങ്കിൽ ഒരുപാട് ഉള്ളോട്ട് വരണം. ഫസ്റ്റൊക്കെ പറയാം വലിയ റേറ്റിനായിരിക്കും. അല്ല ആരും വലിയ ബാർഗനിങ്ങിന് കിട്ടില്ല. പ്രശ്നമുണ്ടല്ലേ? അതായിരുന്നല്ല അവരൊക്കെ അങ്ങനെ ഇന്ന് വല്ലാതെ തണുപ്പില്ലാത്ത. പക്ഷെ ഇന്നാണ് ബാർഗൻ ചെയ്യുക അവര്. വായിച്ചേ
ഇതൊക്കെ വന്നിട്ട് ഐസ് ആണ് കിടക്കുന്നത്. നമ്മുടെ മാർക്കറ്റിന്റെ സൈഡിൽ കൂടെയാണ്. അങ്ങോട്ടൊന്നുമില്ല. ആ നടക്ക്. അങ്ങോട്ടൊന്നുമില്ല. എല്ലായിടത്തും മഞ്ഞുമലകൾ മാത്രം. സാധനം 10 പൈസക്ക് ഇല്ല. ഏത് ഇതൊക്കെ മണാലി മാൾ റോട്ടിലെ മാർക്കറ്റ്സ് ആണ്. ഒരുപാട് മാർക്കറ്റാണ്. മാറ്റിയേ ഇത് ഫുഡാട്ടോ. മണാലി മാർക്കറ്റിൻ്റെ ഉള്ളിൽ ഫുഡിൻ്റെ ഏരിയ ആണിത്. ഇതൊക്കെ ഇവരെ ആൾക്കാർ മണാലിത്തെ ആൾക്കാർ മാത്രം പർച്ചേസ് ചെയ്യുന്ന ഒരു ഏരിയ തോന്നുന്നു. ഇവിടെ വലിയ ഇതൊന്നുമില്ല, പച്ചക്കറി കാര്യങ്ങളൊക്കെ ഉള്ളു. അവിടെ ഒക്കെ ഫുള്ള് വീടുകളാണ്. അങ്ങനെ മാൾ മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ കയറുകയാണ്. ഞാൻ അടുത്തത് എവിടെ സ്ഥലം നോക്കട്ടെ. നെക്സ്റ്റ് എവിടെയാണോ പറ്റിയേ? എവിടെയാണ്? ടെമ്പിൾ. ഏതാണ് ടെമ്പിൾ? ഹഡിംബ ടെമ്പിൾക്കാണ് ഇനി അടുത്ത് നമ്മൾ പോകാൻ നിൽക്കുന്നത്. അടുത്ത നമ്മൾ ടെമ്പിൾ കാണാൻ വേണ്ടിയിരിക്കുകയാണ്. ഒരു അമ്പലം. ഇവിടെ ഫുള്ള് തിരക്കാണ്. അതേമാതിരി ഫുള്ള് ഐസാണ്. സൈഡിൽ എല്ലാ ഭാഗത്തും ഐസാണ്. അതേമാതിരി ഒരുപാട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കിടക്കുന്ന ഐസാണ് നോക്കുന്നത്. കുറച്ച് കയറി പോകാനുണ്ട്. ഇത് ഏതാ ടെമ്പിൾ പറഞ്ഞത്? ഒരുപാട് ആൾക്കാരുണ്ട്. ഇവിടെ നല്ല തണുപ്പാണ്. അതേപോലെ അവിടെ ഫുള്ള് മഞ്ഞളായിട്ട്. അവിടെ വേറെ, അവിടെ ഫുള്ള് മഞ്ഞ. അതിന് ദൈവനാണ് ആള്. മറ്റേതിന്റെ ഹിന്ദി നെയ്മാര്. ഇതെന്തമ്പലാണ്? പിന്നെ അതെ, നമ്മുടെ ടെമ്പിളിൻ്റെ അവിടെ പെരും തണുപ്പാണ്. അതേപോലെ താഴെ ഫുള്ള് മഞ്ഞുണ്ട്. അടിപൊളി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു ഭാഗമാണിത്. നമുക്ക് ട്രൈബൽസിൻ്റെ പോലെ അവരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ കഴിയും. കടവാട്ടി മറ്റൊരു വിളിച്ചോ വെച്ച് അതെന്താ മോയിലും കുട്ടിയുടെ ഒപ്പം ഫോട്ടോ എടുക്കട്ടോ.
ഇതാണ് നമ്മുടെ അമ്പലം. കുറച്ചങ്ങോട്ട് കയറി വരണം. ഇവിടെ ഫുൾ ഐസാണ്. 2-3 ദിവസമായിട്ട് ഇവിടെ നല്ല സ്നോഫോളൊക്കെ ആയിക്കൊണ്ട് നല്ല ഐസും കാര്യങ്ങളൊക്കെയാണ്. क्या हुआ नहीं बात क्या हुआ ഇതാണ് നമ്മുടെ അമ്പലം. അതിന് തൊപ്പി വേണമല്ലോ. ഇതിന് ഒരുപാട് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സൈഡ് കടയ്ക്ക്. നമുക്ക് നടന്ന് കാണാം. ഇവിടെ ഫുൾ ഐസാണ് അമ്പലത്തിൻ്റെ മുന്നിൽ. ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ആൾക്കാരാണ്. ഇതൊക്കെ നമ്മൾ ടെമ്പിളിൻ്റെ ബാക്ക് ഭാഗത്ത് കൂടെ നടക്കുന്നതാണ്. ലാസ്റ്റ് റൈറ്റ്. ഇവിടേക്ക് നമുക്ക് വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക. 50 നോ ഇവിടേക്ക് നമുക്ക് ഇവരുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ കഴിയും. 50 രൂപ ഉള്ളൂ. ഓ മൈ ഗോഡ്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നത്, ക്യാപ്പ്, അതുപോലെ ഗ്ലൗ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വിറ്റിട്ട് ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നു. ഇവിടെ കാര്യമായിട്ട് ഒരു വരുമാനമാണ് തോന്നുന്നു. എല്ലായിടത്തും വരുന്ന വഴി ഒരു ക്യാപ്പും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും നമ്മുടെ നാട്ടിലൊക്കെ കുതിരയെ കാണാറ്. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ പേരെന്താ പറഞ്ഞത്? ഇവിടെ മീനിൻ്റെ കണ്ണിൽ കൊണ്ടുകഴിഞ്ഞാൽ 100 രൂപ കിട്ടും. 50 രൂപയാണ് കമ്പൂടാൻ. പക്ഷേ കൊള്ളും തോന്നുന്നില്ല. ഓ വാട്ട് എ ഫൈൻ. അമ്പലത്തിൻ്റെ തൊട്ടടിയിലൊരു മഞ്ഞുള്ള ഭാഗമാണ്. 2-3 ദിവസം മുമ്പ് ഫുള്ള് സ്നോഫോളായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ്. അല്ലെങ്കിൽ അടൽത്തണൽ അല്ലെങ്കിൽ സോളം വാലിയൊക്കെ പോയാലോ ഈ ഒരു മഞ്ഞ് കിട്ടുള്ളൂ. ഇതിപ്പോൾ പെരും മഞ്ഞാണ്. 2-3 ദിവസം ഞങ്ങൾ വന്ന ദിവസം പെരും വെയിലാണ്. പക്ഷേ 2 ദിവസം മുമ്പ് വീണ മഞ്ഞും കൊണ്ട് അടിപൊളിയാണ്. ഇതൊന്നല്ലേ നമ്മളെ ഭാഗ്യം, അല്ല നമ്മളെ നഷ്ടം. അപ്പോൾ അങ്ങനെ മണാലി ഫസ്റ്റ് ഡേ നമ്മൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. നമ്മൾ 2-3 സ്ഥലത്തേ പോയുള്ളൂ. കാരണം ഇന്നിപ്പോൾ രാവിലെ വന്ന് ഇറങ്ങിയതുകൊണ്ട് കുറച്ച് സ്ഥലങ്ങൾ പോയി നേരെ കറങ്ങി പോന്നു. അതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസും ചാനലും ആദ്യമായിട്ട് കാണാൻ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതുപോലെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെ ഇനി പോകാൻ പോകുന്നത് നമ്മൾ സോളം വാലിയാണ്. ഫുള്ള് മഞ്ഞ് ഉള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് കാണണമെങ്കിൽ എൻ്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ പുതിയ വീഡിയോ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ. ഇതുകൊണ്ട് മണാലി നൈറ്റ് വ്യൂ ആണ് ഞങ്ങൾ താമസിക്കുന്ന നേരെ മുന്നിലുള്ള വ്യൂ. നമ്മൾ നേരത്തെ അവിടെ കണ്ടൊക്കെ മഞ്ഞ് മലയാണ്. അവിടെയൊക്കെ വീടുകളുണ്ട്.
നല്ല തണുപ്പ് പറഞ്ഞ പെരും തണുപ്പ്.